ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ്. രാത്രി എന്ന് പറയുമ്പോൾ ഒരു 12:30 ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും സീരിയലുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ മൊത്തം സിനിമ കാണലായിരുന്നു. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ പ്രേമലു വിട്ട് പകുതിയായപ്പോൾ എനിക്ക് നല്ല വിശപ്പെന്ന് വെച്ചാൽ ഡിന്നറൊക്കെ കഴിച്ചു, എങ്കിലും എക്സ്ട്രാ ഒരു വിശപ്പ്. സാധാരണ ഇങ്ങനെ ലേറ്റായിട്ട് സിനിമ കാണാനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിശക്കാറുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലോട്ട് പോയപ്പോൾ അവിടെ 2 മരിച്ചിനി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഓർത്തത് അടുത്ത വീട്ടിലെ ആൻറ്റി ഇന്നലെ തന്നെ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്ത 2 മരിച്ചിനിയായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് മരിച്ചിനി മുറിച്ച് വയ്ക്കാമെന്ന്. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ചുണർത്തി. അമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അമ്മയെ വിളിച്ചുണർത്തി. അമ്മ TV കണ്ടുകൊണ്ടിരിക്കണ നേരം ഞാൻ ഇത് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മരിച്ചിനി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പൊളിക്കാറുണ്ട്, പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മരിച്ചിനി നന്നായിട്ട് പൊളിച്ചു. കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണതാണ് എനിക്കിഷ്ടം. കാരണം കടിക്കാനുണ്ടാവുമല്ലോ. ചിലർ നല്ല ചെറുതാക്കി കട്ട് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വെന്ത് പോകണ മരിച്ചിനാണെങ്കിൽ നല്ല കുഴഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നും. ഇത് ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്തു. കഴുകാൻ നേരത്ത് ഒത്തിരി മണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് കഴുകി നല്ല വെള്ള കളറിലാക്കി മരിച്ചിനെ എടുത്ത് വേവിക്കാനായിട്ട് വെച്ചു. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു കറിക്ക് എന്തെടുക്കും എന്ന് വിചാരിച്ചു. സാധാരണ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫിഷ് ഫ്രൈ ആക്കാറുണ്ട്. ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഉണക്കമീൻ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചമ്മന്തി അരയ്ക്കാമെന്ന്. ചമ്മന്തി ആകുമ്പം നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തേങ്ങ എടുത്ത് ഉടച്ച് തേങ്ങ ചിരുകി. ഇങ്ങനത്തെ ചിരവ ഇവിടെ ഉണ്ട്. കാരണം 2 ഉണ്ട്. ഇതുപോലത്തതും ഉണ്ട്, മറ്റേ സ്ലാബിലുള്ളതും. സ്ലാബിലുള്ളത് അതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ പോലും എനിക്കത് വലിയ താല്പര്യമില്ല. കാരണം കുറേ തേങ്ങയൊക്കെ വെറുതെ വേസ്റ്റായി പോവും. ഇതങ്ങനെ വലിയ വേസ്റ്റേജൊന്നുമില്ല, പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യും. അങ്ങനെ ഇന്നിതെടുത്തു തേങ്ങ തിരുവി. ചമ്മന്തി അരയ്ക്കാൻ പറയണ്ടല്ലോ. ഉള്ളി, പച്ചമുളകും, മുളക് പൊടിയും. എനിക്ക് പിന്നെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ മുളക് പൊടി എപ്പോഴും കുറച്ചിട്ടിട്ട് പച്ചമുളക് കൂട്ടിയിടും. അങ്ങനെ പച്ചമുളക് കൂട്ടിയിട്ട് ഉള്ളിയും പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കണ പരുവം, അതായത് നല്ല പേസ്റ്റ് ആക്കാതെ അരച്ചെടുത്തിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ഉപ്പാക്കി ഉരുട്ടിയെടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ മരിച്ചിന് നോക്കിയപ്പോൾ അപ്പോഴും മരിച്ചിന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാം. കിച്ചൺ ഓൾറെഡി ക്ലീനാണ്, എങ്കിലും ഇപ്പം നമ്മൾ ഉപയോഗിച്ചതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അത് ക്ലീൻ ചെയ്തു. അത് ക്ലീൻ ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും മരിച്ചിന് വന്നിട്ടില്ല. എനിക്ക് കുറച്ചധികം വേവണം. അപ്പോൾ ഞാൻ വീണ്ടും പോയി അമ്മയുടെ ഒപ്പം ഇരുന്ന് സിനിമ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും മരിച്ചിന് വന്നു. അത് പിന്നെ 2 പാത്രത്തിലാക്കി. എനിക്കും അമ്മയ്ക്കും മതിയല്ലോ. അച്ഛനൊക്കെ കിടന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി 2 പാത്രത്തിലാക്കി. എനിക്ക് ചമ്മന്തി കുറച്ച് മതി. അപ്പോൾ എനിക്ക് ചെറിയ ഉണ്ടയും അമ്മയ്ക്ക് വലിയ ഉണ്ടയും. അങ്ങനെ 2 ഉണ്ടയിൽ ആക്കി 2 പാത്രത്തിൽ വെച്ച് ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.